20 ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങളെ നാടുകടത്തി അമേരിക്ക ഭരിക്കുന്ന ഒരു സുഖവാസ കേന്ദ്രമാക്കി ഗസയെ മാറ്റും. രണ്ടാമതും അധികാരത്തിലേറിയ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി കൂടിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മോഹമാണിത്. അയൽപ്പക്കത്തെ ഗ്രീൻലാൻഡ് ദ്വീപും പനാമ കനാലും പിടിച്ചടക്കുമെന്നും കാനഡയെ 51ാം US സംസ്ഥാനമാക്കി മാറ്റുമെന്നും പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ ട്രംപിന്റെ പുതിയ ഭ്രാന്താണിത്. തരിപ്പണമായി കിടക്കുന്ന ഗസയിൽ നാട്ടുകാർക്കിനി ജീവിക്കാനാകില്ലെന്നും സമാധാനവും സന്തോഷവും വേണമെങ്കിൽ അവരെ മറ്റുള്ളവർ ഏറ്റെടുത്ത് കുടിയിരുത്തണമെന്നുമാണ് നിർദ്ദേശം. മരുമകൻ ജാരഡ് കുഷ്നർ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ഗസ സുഖവാസ കേന്ദ്ര പദ്ധതിയാണ് വൈറ്റ് ഹൌസിൽ നെതന്യാഹുവിനെ അരികിൽ നിർത്തി നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചത്. ജോർദാൻ, ഈജിപ്ത് എന്നിവരും മറ്റ് അറബ് രാജ്യങ്ങളും ചേർന്ന് 20 ലക്ഷം ഗസക്കാരെ ഏറ്റെടുത്ത് സ്ഥലം കൈമാറണമെന്നാണ് നിർദ്ദേശം. അതുകഴിഞ്ഞ് ഗസയിൽ പൊട്ടാതെ കിടക്കുന്ന ബോംബുകൾ നിർവീര്യമാക്കുന്നതുൾപ്പെടെ ജോലികൾ നടത്തുമെന്നും ലോകത്തെവിടെയുമുള്ളവരുടെ ഇഷ്ടവിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുമെന്നുമാണ് ട്രംപിന്റെ വാക്കുകൾ. 1.5 വർഷം ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ടും വെടിനിർത്തലിന്റെ തൊട്ടുപിന്നാലെ 10,000-കണക്കിന് ഗസക്കാരാണ് സ്വന്തം പ്രദേശങ്ങളിലേക്ക് തിരിച്ചെത്തിയത്. ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഖാൻ യൂനുസിലെ കാത്തിബയിൽ താമസിക്കുന്ന 72-കാരനായ ഫാത്തി അബു അൽ സയീദ് പറഞ്ഞത് അയാൾക്ക് വട്ടാണെന്നാണ്. നിങ്ങൾ ആ കൽക്കൂമ്പാരങ്ങൾ കണ്ടോ? അമേരിക്കയെക്കാളും അതിലുള്ള സകല വസ്തുക്കളെക്കാളും വിലപിടിപ്പുള്ളതാണ് ഞങ്ങൾക്കത്. ഇസ്രായേൽ തകർത്ത കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് സ്വന്തം മണ്ണിനോടുള്ള വൈകാരിക അടുപ്പം വിളിച്ചു പറയുന്ന അബു അൽ സയീദ് ഓരോ ഗസക്കാരന്റെയും പ്രതീകമാണ്. വൈറ്റ് ഹൌസിലെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇതെല്ലാം പറഞ്ഞതെന്ന് ട്രംപിനെ നെതന്യാഹു വാഴ്ത്തിയതിനു പിന്നാലെ പുതിയ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ട്രംപിനെ പിന്തുണച്ച് സമൂഹമാധ്യമത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പലസ്തീനികളില്ലാത്ത ഗസയെന്ന മോഹം അംഗീകരിക്കില്ലെന്ന് എന്നും എപ്പോഴും കൂടെ നിൽക്കാറുള്ള ബ്രിട്ടൻ അടക്കം അറിയിച്ചിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ ഏറ്റവും കടുത്ത ഭാഷയിലാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. പലസ്തീനികൾക്ക് സ്വന്തം രാഷ്ട്രമെന്ന ആവശ്യം യാഥാർത്ഥ്യമാകാത്ത ഒരു പരിഹാരത്തിനും കൂട്ടുനിൽക്കില്ലെന്ന് സൗദി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗസക്കാരെ അഭയാർത്ഥികളായി സ്വീകരിക്കണമെന്ന ആവശ്യം ഈജിപ്തും ജോർദാനും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ 18 അടവും പയറ്റിയിട്ടും കീഴടങ്ങാത്ത ഗസയുടെ പോരാട്ടവീര്യം ട്രംപിന്റെ ഭ്രാന്തിനും ചികിത്സ നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പലസ്തീനികളെ അറിയുന്ന ഏതൊരാൾക്കും അറിയാം, സ്വന്തം മണ്ണ് വിട്ടു പോവുക എന്നാൽ അവർക്ക് മരണത്തിന് തുല്യമാണെന്ന്. ട്രംപിന്റേത് നടക്കാത്ത സ്വപ്നമാണെന്ന് ഹമാസ് ആത്മവിശ്വാസത്തോടെ പറയുന്നതും അതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.